ഹലോ ഗൈസ്, സുഖമല്ല എല്ലാവർക്കും. ഇന്ന് നമ്മുടെ കോളേജിലെ വൈറ്റ് കോട്ട് സെറിമണിയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാ നീറ്റ് ആസ്പിറൻസിൻ്റെ ലൈഫിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ ആ മൊമെൻറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ആ വൈറ്റ് കോട്ട് സ്റ്റെത്തൊക്കെ ഇട്ട് നിൽക്കുന്നത് ഡ്രീം കണ്ട് ആ ഒരു സാധനം നമ്മളെ കയ്യിലെത്താൻ പോകുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അപ്പം നമുക്ക് വീഡിയോ കാണാം. രാവിലെ തന്നെ എണീറ്റപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നാണ് നമ്മളെ വൈറ്റ് കോട്ട് സെറിമണി. എന്താണ് ഈ വൈറ്റ് കോട്ട് സെറിമണി എന്ന് അറിയാത്തവർക്കായിട്ട്, എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെയും ലൈഫിൽ അവർ ഫസ്റ്റ് ഇയർ കോളേജിൽ കയറുന്ന സമയത്ത് ഒഫീഷ്യലി വൈറ്റ് കോട്ട് സ്റ്റുഡൻസിന് ധരിപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ എല്ലാവരും അതൊരു ഡ്രീം മൊമെൻ്റായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെയാണ് ഞാനും. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷത്തിലൊന്നാണത്. എല്ലാവരെയും പാരൻസിൻ്റെ ഒക്കെ പ്രസൻസിൽ അത് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനമുള്ള കാര്യമാണത്. ദൂരെ കൂടുതൽ കാണണം പാരൻസിന് വരാൻ പറ്റാത്തൊരു കുഴപ്പമുണ്ടായി. അതൊന്നും കുഴപ്പമില്ല, ഒരുവിധം എല്ലാ കുട്ടികളുടെയും പാരൻസൊക്കെ വന്നിട്ടുണ്ടായി. അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ എല്ലാവരും കൂടെ റെഡി ആവുകയാണ്. എല്ലാവരുടെയും ഒരു ബഹളമാണ്. എല്ലാവരും കൂടെ രാവിലെ തന്നെ എണീച്ച് നമ്മൾ 6 പേരും കൂടെ റെഡി ആവണം. അപ്പോൾ ഓടിപ്പിടിച്ച് എല്ലാവരും കൂടെ ശരിയായി. പിന്നെ എല്ലാവരും ഭയങ്കര സിമ്പിളായിട്ടാണ് ഇന്ന് ഒരുങ്ങിയത്. എല്ലാവരെയും മുഖത്ത് നല്ല സന്തോഷം കാണാനുണ്ട്. കാരണം എല്ലാവർക്കും അതിൻ്റെ കഷ്ടപ്പാടും അധ്വാനവും ഒക്കെ സഫലമാകുന്നത് അംഗീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതെല്ലാവരും മുഖത്തുണ്ടാകും സന്തോഷം. നമ്മൾ ഉറക്കൊഴിഞ്ഞതും കഷ്ടപ്പെട്ടതും ഒക്കെ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ബെനിഫിറ്റായിട്ട് വരികയെന്ന് കാണുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ സ്ഥിരം ഒരുങ്ങൽ, മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു, മുടി കെട്ടി, ലിപ്സ്റ്റിക് ഇട്ടു, കണ്ണെഴുതി, പൊട്ടിട്ടു. എന്നിട്ട് നമ്മൾ കോളേജിലേക്ക് ഇറങ്ങി. ഞാനും അളകാന്തയും കൂടെ ഇറങ്ങി. അപ്പോൾ ലക്ഷ്മിനെ അപർണേനെയും വഴിക്കുന്ന കണ്ടുമുട്ടി. അത് കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. നമ്മൾ നേരെ ഹോളിലേക്കാണ് പോയത്. ഹോളിൽ തുടക്കത്തിൽ ആരും ഇല്ലായിരുന്നു. പിന്നെ എല്ലാവരും അങ്ങോട്ട് മെല്ലെ മെല്ലെ വന്നു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷത്തിൻ്റെ പുഞ്ചിരി കാണാനുണ്ട്. കൂടെ പാരൻസിനെ കണ്ട സന്തോഷവും ഒക്കെ ഉണ്ട് എല്ലാവരുടെയും മുഖത്ത്. അത്രയ്ക്കൊരു പ്രൗഡ് മൊമെൻ്റാണ് ഇന്ന് ഞങ്ങൾക്ക്. ക്ലാസ്സിൽ 65 പേർക്കും ഒരേപോലെ സന്തോഷമുണ്ടായി. ഒരാളും അതിൽ വിഷമിച്ചിരിക്കുന്നതൊന്നും കണ്ടില്ല. ഇന്ന് നമ്മുടെ വൈറ്റ് കോട്ട് സെറിമണി മാത്രമല്ല, നമ്മുടെ യൂണിയൻ ഇനോഗ്രേഷനും കൂടിയാണ്. നമ്മുടെ ചെയർപേഴ്സണാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞ് ഉദ്ഘാടന ചടങ്ങായിരുന്നു. പ്രിൻസിപ്പളാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം നല്ല വൃത്തിയായിട്ട് നടന്നു. അത് കഴിഞ്ഞ് നമ്മളെ ചെയർപേഴ്സൻ്റെയും യൂണിയൻ മെമ്പേഴ്സിൻ്റെയും സത്യപ്രതിജ്ഞയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വൈറ്റ് കോട്ട് സെറിമണി നടക്കാൻ പോകുന്നത്. അതിന് കൂടെ തന്നെ യൂണിയൻ്റെ നെയിം അനൗൺസ് ചെയ്യുന്നൊരു ചടങ്ങുണ്ടായി. അപ്പോൾ അതാണ് കാണുന്നത്, വിഭ. അത് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സിൻ്റെ നെയിമാണ് ഇനീസിയോ. അത് അനൗൺസ് ചെയ്തത് നമ്മുടെ ക്ലാസ് ടീച്ചർ അഭിലാഷ് സാറായിരുന്നു. അത് കഴിഞ്ഞ് പ്രിൻസിപ്പൾ അവിജ്ഞന് വൈറ്റ് കോട്ട് ഇടുന്നതാണ് കാണാൻ പോകുന്നത്. പ്രഷ്യസ് മൊമെൻറ്റ്, അത്ര തന്നെ പറയാനുള്ളൂ. എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മൊമെൻ്റാണിത്. അവൻ അതിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കവിടെ ഗൂസ് ബംസ് വരാൻ തുടങ്ങി. 5 പേർ ഒരുമിച്ചായിരുന്നു പിന്നെയുള്ള ആൾക്കാർക്കൊക്കെ ചെയ്തത്. എനിക്കാ നിമിഷം ഉണ്ടായ സന്തോഷം, ടെൻഷൻ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നും കൂടെ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ നമ്മളെ സ്റ്റെത്തും നമ്മുടെ കോട്ടും ഒക്കെ അണിഞ്ഞ് നിൽക്കുകയാണ്. ഈ ഫീലിങ്സ് ഒന്നും വാക്കിൽ പറഞ്ഞാൽ തീരില്ല. എൻ്റെ മുഖത്തുണ്ട് ആ സന്തോഷങ്ങളും കാര്യങ്ങളും. അത് കഴിഞ്ഞൊരു ഓത്തുണ്ടായിരുന്നു. നമ്മൾ ആ ഓത്ത് വാങ്ങിച്ച് നമ്മളും നമ്മുടെ കടമ നിർവഹിച്ചു. ഇനി അങ്ങോട്ട് ഫോട്ടോ സെക്ഷനാണ്. എന്തൊക്കെ രീതിയിലാണ് ഫോട്ടോ എടുക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല. കാരണം ഇന്നെടുത്തില്ലേ പിന്നെ എന്നെടുക്കാനല്ലേ. എല്ലാവരും ഫോട്ടോൻ്റെ തിരക്കിലായിരുന്നു, ഒരാൾ വിടാണ്ട്. പിന്നെ നമ്മൾ ക്ലാസ് ഫോട്ടോ എടുത്തിരുന്നു. കൂട്ടത്തിൽ നമ്മൾ സ്റ്റേജിൽ കയറി വേറെയും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായി. ഇനി നമ്മുടെ അടുത്തത് നമ്മൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ അപർണ ഡോക്ടർ അളകനന്ദയെ പരിശോധിക്കുന്നതാണ്. ചുമ്മാ നമ്മളെ ഓരോരോ വെട്ടുകളെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ താഴോട്ട് പോയി. താഴെ പിന്നെ ഗ്രൗണ്ടിൽ നിന്ന് എല്ലാവരെയും കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറയാൻ കൊണ്ട് ഗ്രൗണ്ടിൽ പോയതാണ്. അപ്പോൾ ഷായ് സുഹേലിൻ്റെ ഫോട്ടോ സെക്ഷനാണ് നമ്മളെ കണ്ടത്. എല്ലാവരും പാരൻസിനോട് സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ ഓരോരോ തിരക്കിലാണ് എല്ലാവരും. പിന്നെ നമ്മൾ ക്ലാസ് ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. എല്ലാവരും ഫോട്ടോത്തിലും തപ്പിയൊക്കെ ഇപ്പോൾ 2 പേരെ കാണുന്നില്ല. ഓടി വന്നതാണ് ആ 2 പേര്. അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടൊരു ലൈമും ചായയും കുടിച്ചു. എന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഡൈസെക്ഷൻ ഉണ്ട്. അങ്ങോട്ടേക്ക് ക്യാമറ അലോഡ് അല്ലാത്തതിനെ കൊണ്ട് അവിടുത്തെ വീഡിയോസും ഫോട്ടോസും ഒന്നുമില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.